ടെഹ്റാനിൽ നിന്നുള്ള ആദ്യ ഭാരതീയ സംഘം ഇന്ന് എത്തും. 600 ഭാരതീയ വിദ്യാർത്ഥികളെയാണ് ഉർമിയയിൽ നിന്ന് അർമേനിയയിലേക്ക് മാറ്റിയത്. ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴിയും ഒഴിപ്പിക്കും. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ അർമേനിയയിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് ഇവർ ഭാരതത്തിലേക്ക് എത്തുക? ഒപ്പം മറ്റ് ഈജിപ്ത് ജോർദാൻ അതിർത്തി വഴിയൊക്കെയുള്ള ഒഴിപ്പിക്കൽ എങ്ങനെയാണ്? വീണ, ഈ അർമേനിയയിൽ എത്തിയിരിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ വ്യോമമാർഗം ഇവിടേക്ക് ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആദ്യ സംഘം എത്തുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടില്ല. പക്ഷെ അവരെ അർമേനിയയിലേക്ക് എത്തിച്ചു. അത് 110 അംഗ സംഘമാണ് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അവരെ ആദ്യം ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം ഘട്ടം ഘട്ടമായി ഇറാനിലെ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഭാരതീയരെയും തിരികെ എത്തിക്കാനാണ് നീക്കം. ഇറാനിൽ മാത്രമല്ല, ഇസ്രായേലിലും അവിടെയും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ ടെൽ അവീവ്, അതോടൊപ്പം തന്നെ ജെറുസലേം ഒക്കെ അടങ്ങുന്ന അവിടുത്തെ നഗരങ്ങളിൽ കഴിയുന്ന ധാരാളം ഭാരതീയരുണ്ട്. അവരെ കൂടി അയൽ രാജ്യങ്ങൾ വഴി ഈജിപ്ത്, ജോർഡാൻ, അതുപോലെ തന്നെ ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ അവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധഘട്ടത്തിലും അതുപോലെ തന്നെ സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തിന്റെ സമയത്തുമൊക്കെ നമ്മൾ വളരെ വിജയകരമായി ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടത്തി. അത് മാതൃകയായിട്ടുള്ള സർക്കാർ സംവിധാനമാണ്. അതിനാൽ തന്നെ ഇറാനിലെയും ഇസ്രായേലിലെയും മുഴുവൻ ആളുകളെയും, ഭാരതീയരായ ആളുകളെയും ഇവിടെ സുരക്ഷിതമായി എത്തിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഓക്കെ, ശരി ഗൗതം.